മരണത്തിന്റെ രസം എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മരണത്തിന്റെ രസം എന്ന ഒരു പേര് ഈ വിഷയത്തിന് നൽകാനുണ്ടായ കാരണം ആദ്യം സൂചിപ്പിച്ചുകൊള്ളട്ടെ. മരണത്തിന് എന്തുകൊണ്ട് രസമുണ്ട് എന്ന് പറയാൻ കാരണം, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു മരണത്തെ അങ്ങനെ രുചിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മരണത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മരണത്തെക്കുറിച്ച് ഒരുപാട് നിർവചനങ്ങൾ പറയുവാനുണ്ട്. അതിനെല്ലാം മുമ്പ് എന്തുകൊണ്ട് മരണത്തിന്റെ രസം, സാധാരണ ഒരു വിഷയം വെക്കുമ്പോൾ ആ വിഷയത്തിനോട് യോജിക്കുന്ന ഒരു കാര്യമാണ് വെക്കാറുള്ളത്. മരണത്തിന്റെ ഗൗരവം എന്നാണ് വിഷയം ഞാൻ വെച്ചിരുന്നതെങ്കിൽ നിങ്ങൾക്കാർക്കും ഒന്നും ചോദിക്കാനുണ്ടാകില്ലായിരുന്നു. പക്ഷേ മരണത്തിന്റെ രസം എന്തുകൊണ്ട് ഇവിടെ കൊടുത്തു എന്ന് പലരും ചോദിക്കാം. അതിന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിക്കും എന്നാണ് പറഞ്ഞത്. ഒരു സാധനത്തിന്റെ രസം അറിയുന്നത്, ടേസ്റ്റ് അറിയുന്നത് എങ്ങനെയാ? അത് രുചിച്ചു നോക്കുമ്പോഴാണ്. ആ മരണത്തിന്റെ രുചി എന്താണെന്ന് എല്ലാ ശരീരവും അറിയുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ മരണത്തിന്റെ രസം എന്ന വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് മരണം? മരണത്തെക്കുറിച്ച് ഒരുപാട് അറിയേണ്ടതുണ്ട്. മരണത്തെക്കുറിച്ച് ഇപ്പോൾ ചോദിക്കും, എന്താണ് മരണം എന്നൊരാളോട്, കേവലം ഒരാളോട് മരണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ പറയുമായിരിക്കും, മരണം എന്ന് പറഞ്ഞാൽ ഒരു അവസാനമല്ലേ മരണം എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം അവസാനിക്കലാണല്ലോ എന്ന് പറയാം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അഞ്ചാൻ ഉമർ എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരണത്തെ നിർവചിക്കുന്നുണ്ട്. മാതാവിന്റെ ഗർഭാശയത്തിൽ കേവലം ഒരു അലക്കായി കിടന്നിരുന്ന നാം, അല്ലെ? മാതാവിന്റെ ഗർഭാശയത്തിൽ കേവലം ഒരു അലക്കായിരുന്നു. അങ്ങനെ 4-ാം മാസമായപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മാലാഖയെ പറഞ്ഞയച്ച് ആ ഗർഭാശയത്തിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മാലാഖ മുഖേന പറഞ്ഞുവിട്ട ആത്മാവെന്ന് പറയുന്ന അത്ഭുത പ്രതിഭാസം, റൂഹ്, ആത്മാവെന്ന് പറയുന്ന അത്ഭുത പ്രതിഭാസം. ആ ആത്മാവ് അതിന്റെ വാസസ്ഥലമായിരുന്ന ആ മാലാഖ 4-ാം മാസം മാതാവിന്റെ ഗർഭാശയത്തിൽ അലക്കായി കിടക്കുന്ന സമയത്ത് കൊണ്ടുവന്ന് സമക്ഷിപ്പിച്ചതു മുതൽ അതിന്റെ വാസസ്ഥലമായിരുന്ന ആ ശരീരം എന്ന് പറയുന്ന, മനുഷ്യ ശരീരം എന്ന് പറയുന്ന ഏതൊരു ശരീരത്തിലേക്കാണോ മാലാഖ 4-ാം മാസത്തിൽ കൊണ്ടുവന്ന ആ റൂഹിനെ കൊടുത്തിട്ടുള്ളത്, ആ ശരീരം എന്ന് പറയുന്ന അതിന്റെ വാസസ്ഥലത്തെ ഉപേക്ഷിച്ച് അടുത്ത വാസസ്ഥലമായ 6 അടി മണ്ണിന്റെ ഖബറിലേക്ക് മാറുന്ന സ്ഥാനം മാറ്റമാണ് മരണം എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മരണത്തെക്കുറിച്ച് പറയുകയാണ്. അത് മാത്രമല്ല, മരണം എന്ന് പറഞ്ഞാൽ ഒരു ഒടുക്കമാണ്, ഈ ദുനിയവിയായ ജീവിതത്തിന്റെ അവസാനമാണ്. എന്നാൽ മരണം എന്ന് പറഞ്ഞാൽ ഒരു തുടക്കവുമാണ്. ഇനി വരാനിരിക്കുന്ന അറ്റമില്ലാത്ത പരലോകത്തിന്റെ തുടക്കവുമാണ് മരണം എന്നുകൂടി അതിന്റെ കൂടെ പറയുകയാണ്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് മരണം. മരണമെന്ന് പറഞ്ഞാൽ ഇപ്പം മരിക്കല്ലോ എന്ന് കരുതി മരണത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ? മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആർക്കും സമയമില്ല. ദുനിയാവിന്റെ ജോലികളുമായിട്ട് ബന്ധപ്പെടാനാണ് എല്ലാവർക്കും ഇഷ്ടം. ദുനിയാവിന്റെ ജോലികളുടെ തിരക്കിലാണ് എല്ലാവരും. ആർക്കും മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ യാതൊരു താല്പര്യവുമില്ല. മരണത്തെക്കുറിച്ച് എന്തിന് ചിന്തിക്കണം? മരണത്തെക്കുറിച്ച് ഇനി ചിന്തിക്കാതിരുന്നുകൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്താ? മരണത്തെക്കുറിച്ച് ചിന്തിക്കണം. അക്സിറു സിക്റ ഹാദിമിൽ ലദാത്ത്, സർവസുഖങ്ങളുടെയും അന്തകനായ മരണത്തെ നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം, അധികമായി ഓർത്തുകൊണ്ടിരിക്കണം. അക്സിറു സിക്റ ഹാദിമിൽ ലദാത്ത് എന്നാ പറഞ്ഞത്. നിങ്ങൾ അധികമായി ഓർത്തുകൊണ്ടിരിക്കണം. അധികമായി ഓർക്കാൻ നമുക്ക് സാധിക്കണം. മരണത്തെ എപ്പോഴും അധികമായി ഓർത്തുകൊണ്ടിരിക്കണം എന്നാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും സാധ്യമല്ല. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, മരിക്കാതിരിക്കാൻ വേണ്ടി ഇന്ന് എവിടെയും ഒരു മരുന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല, അല്ലെ? മരണത്തിൽ നിന്ന് ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയില്ല. മരണത്തെ ആർക്കെങ്കിലും തടഞ്ഞു നിർത്താൻ പറ്റുമോ? അപ്പോൾ മരിക്കുമെന്ന കാര്യം ഉറപ്പാണ്.
അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണം അഭിമുഖീകരിക്കാൻ, ആ മരണത്തെ അഭിമുഖീകരിക്കുവാനുള്ള കഴിവുണ്ടാക്കിയെടുക്കുക. മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം എന്റെ അടുക്കലേക്ക് റൂഹ് പിടിക്കാൻ ഇപ്പോൾ കടന്നു വന്നാൽ ആ സമയത്ത് അസ്റായീലിന്റെ കൂടെ പോകാൻ ഞാൻ തയ്യാറാണ് എന്ന് ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്ന ഒരാളായി മാറുക. മരണത്തെ നേരിടാൻ കഴിയണം. അപ്പോൾ നമുക്ക് പ്രശ്നമില്ല, അല്ലേ? ഇല്ലാതെ മരണത്തെ നിന്ന് എങ്ങനെയാ രക്ഷപ്പെടുക എന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ച്, ഇപ്പോ നിങ്ങൾക്കറിയാമല്ലോ ക്രയോജനീസ് എന്ന് പറയുന്ന സംവിധാനം, ക്രയോജനീസ് സോഷ്യലിസത്തിന്റെ, മാർക്സിസ്, ലെനിൻ പോലെയുള്ള ആളുകളെയൊക്കെ അവരുടെ ശരീരമൊന്നും നശിപ്പിക്കാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഒരുപാട് പ്രത്യേക സജ്ജീകരണങ്ങളോടുകൂടി കേടുവരാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? എങ്ങാനും ഈ മരുന്നെങ്ങാനും വരും കാലങ്ങളിൽ ശാസ്ത്രജ്ഞന്മാരെങ്ങാനും കണ്ടുപിടിച്ചാൽ ഒരാൾ മരിക്കാതിരിക്കാൻ, മനുഷ്യ ശരീരത്തെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുന്ന വല്ല കണ്ടുപിടുത്തവും ശാസ്ത്രജ്ഞന്മാരെങ്ങാനും എന്നെങ്കിലും കണ്ടുപിടിച്ചാൽ ആ മരുന്ന് ഇവർക്കൊക്കെ കൊടുത്തിട്ട് പുതിയ പുതിയ തത്വചിന്തകളൊക്കെ ലോകത്തിനിയും ഉണ്ടായാലോ എന്നാലോചിച്ചിട്ട്. പക്ഷേ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, ഐനമാ തകൂനൂ യുദ്രിക്കും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും. ഫീ ബുറൂജിൻ മുശയ്യദ, ഇനി നിങ്ങൾ ഉറച്ച കോട്ടയുടെ ഉള്ളിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിലും ശരി, മഹാനായ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം വന്ന് നിന്റെ റൂഹ് പിടിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നീ ഒരു മരുന്നും കണ്ടുപിടിക്കണ്ട, നീ ഒരു ക്രയോജനീസിനും നിന്റെ ശരീരം വിധേയമാക്കണ്ട, നീ ഒരു കണ്ടുപിടുത്തത്തിന്റെ പിന്നാലെയും പോകണ്ട. എന്തായിരുന്നാലും മഹാനായ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം വന്ന് നിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തിയെടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്തായാലും മരിക്കേണ്ടി വരും, യാതൊരു സംശയവുമില്ല, മരിക്കേണ്ടി വരും, അതിൽ യാതൊരു തർക്കവുമില്ല. മരിക്കുമ്പോൾ നല്ല മരണം മരിക്കാൻ നമുക്ക് സാധിക്കണം. എന്നാൽ മരണത്തെ ഒരാൾ കൊതിക്കാൻ പറ്റുമോ? മരിക്കണം മരിക്കണം മരിക്കണം, എനിക്ക് മരിച്ചാ മതിയായിരുന്നു എന്ന് പറയരുതെന്നാണ്. എനിക്ക് മരിച്ചാ മതിയായിരുന്നു എന്നാരും പറയരുത്. എനിക്ക് മരിച്ചാൽ മതിയായിരുന്നു. ഒരാൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദീർഘായുസ് നൽകുകയും ആ ദീർഘായുസ്സിൽ അധികമായി അവന് നന്മ ചെയ്യുവാനും അള്ളാഹുവിന്റെ ത്വാഅത്തിലായി ജീവിക്കുവാനും സാധിച്ചാൽ അതവന് വലിയ സൗഭാഗ്യമാണ്, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമാണ്. അവൻ അതിനെയാണ് കൊതിക്കേണ്ടത്. അതല്ല ഒരാളുടെ ജീവിതകാലത്ത് ദീനിന് ഗുണകരമല്ലാത്ത പ്രവർത്തനങ്ങളും നീചവൃത്തികളും ഉണ്ടാകാനാണ് സാധ്യതയെങ്കിൽ അയാൾക്ക് ഏറ്റവും ഖൈറ് മരണമാണ്, അയാൾക്ക് മരണമാണ് ഖൈറ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഒരു മരണത്തെ നമ്മൾ ആ രീതിയിലുള്ള സമയത്ത് മരണത്തെ കൊതിക്കാം. ദീൻ ഫിത്നയാകും എന്ന് ഭയക്കുമ്പോ മരണത്തെ കൊതിക്കാം. അല്ലാത്തപ്പോഴൊന്നും മരണത്തെ കൊതിക്കാൻ യാതൊരു വകുപ്പുമില്ല, മരണത്തെ കൊതിക്കാൻ പറ്റില്ല. പിന്നെ മുഅ്മിനീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരണം എന്ന് പറയുന്നത് വലിയ ഖൈറാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താ? അൽ മൗതു റാഹത്തുൽ ലിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന് മരണം റാഹത്താണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനായ മനുഷ്യന് മരണം റാഹത്തായിരിക്കും. പക്ഷെ എന്തായിരിക്കണം? മുഅ്മിനായിരിക്കണം, യഥാർത്ഥ വിശ്വാസിയായിരിക്കണം. അള്ളാഹുവിൽ അവന്റെ പ്രവാചകനിൽ അടിയുറച്ച വിശ്വാസം വേണം. ചില കാര്യങ്ങളിൽ മാത്രം വിശ്വാസം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, എല്ലാ വിഷയത്തിലും വിശ്വാസം വേണം. വിശ്വാസത്തിന്റെ ബലഹീനത എവിടെയും ഉണ്ടാകാൻ പാടില്ല. യഥാർത്ഥ വിശ്വാസികളായിരിക്കണം, അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസമുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളായിരിക്കണം. അങ്ങനെയുള്ള മുഅ്മിനാകുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ മൗതു റാഹത്തുൽ ലിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന് മരണം റാഹത്താണ്. മുഅ്മിനായ മനുഷ്യൻ വളരെ അടിവരയിട്ടുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. ജീവിതത്തിന്റെ ഏതൊരു മേഖലയിലും നമുക്ക് അടിപതറാതെ നിൽക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ വിശ്വാസികളായിരിക്കണം. വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുള്ളിടത്തോളം കാലം എവിടെയും ഒരു പ്രശ്നവുമില്ലല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിയിലുള്ള വിശ്വാസം, ആ കാര്യത്തിലൊക്കെ വളരെ അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ പിന്നെ എന്തിനു പേടിക്കണം?
കൊണ്ടുപോയിട്ടില്ലേ അഗ്നികുണ്ഡാരത്തിലേക്ക്? അഗ്നികുണ്ഡാരത്തിലേക്ക് കൊണ്ടുപോയി വലിയ അമ്പുണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ കെട്ടിയിട്ട് അഗ്നികുണ്ഡാരത്തിലേക്ക് കൊണ്ടിടാൻ പോകുമ്പോൾ മലക്കുകൾ വന്ന് പറഞ്ഞില്ലേ? മലക്കുകൾ വന്ന് പറഞ്ഞില്ലേ, ഒന്ന് റബ്ബിനോടൊന്ന് ദുആ ചെയ്തുകൂടെ, റബ്ബിനോടൊന്ന് ദുആ ചെയ്തുകൂടെ എന്ന് പറഞ്ഞപ്പോൾ, എന്റെ റബ്ബ് എല്ലാം കാണുന്നവനാണ്, എന്റെ റബ്ബ് എന്നെ ഈ ചെയ്യുന്നത് മുഴുവനും കാണുന്നവനാണ്, എന്റെ റബ്ബിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നവനാണ്, എന്റെ റബ്ബിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഈ അഗ്നികുണ്ഡാരത്തിലേക്ക് ഇന്ന് ഞാൻ വലിച്ചെറിയപ്പെടുന്നത്. അതുകൊണ്ട് എത്ര വലിയ അഗ്നികുണ്ഡാരമായിരുന്നാലും, എത്ര വലിയ അഗ്നികുണ്ഡാരത്തിന്റെ ഉള്ളിലേക്ക് ഇബ്രാഹീമിനെ വലിച്ചെറിഞ്ഞാലും അലൈഹിസ്സലാം, എന്റെ റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസത്തിന്റെ അചഞ്ചലമായ ശക്തി മാലാഖമാർക്ക് പോലും കാണിച്ചു കൊടുത്തുകൊണ്ട് ആ അഗ്നികുണ്ഡാരത്തിലേക്ക് എറിയപ്പെടുകയും അവിടുന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൂനി ബർദം വസലാമാ യാ നാറു കൂനി ബർദം വസലാമാ എന്ന് തീയോട് പറഞ്ഞ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ രക്ഷിച്ചില്ലേ? ആ വലിയ ഈമാന്റെ പവറായിരുന്നു. ഒരു ഈമാന്റെ, അവരുടെ ഈമാൻ നമുക്കുണ്ടാവില്ല. ഈമാന്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെയുള്ള വലിയ ഉദാഹരണങ്ങളെ പറയാനുള്ളൂ. അങ്ങനെയുള്ള വലിയ ഉദാഹരണങ്ങളെ നമുക്ക് പറയാൻ നമ്മുടെ ഈ കുറഞ്ഞ ഈമാനിൽ വളരെ ശക്തി പകരാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ പറയുന്നത്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖൈബർ യുദ്ധത്തിന് പോയപ്പോൾ, ഖൈബർ യുദ്ധത്തിന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പോവുകയാണ്. ഖൈബർ യുദ്ധത്തിന് പോകുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്ന് ഞാൻ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവും അവന്റെ റസൂലും തിരിച്ചും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നാളെ യുദ്ധത്തിന്റെ നായകനാക്കുന്നത്. എല്ലാവരും കൊതിച്ചുപോയി. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാ, അന്നാദ്യമായിട്ട് ഞാനൊരു നേതൃത്വം കൊതിച്ചുപോയി. നേതൃത്വം എനിക്കിഷ്ടമില്ലാത്തതാണ്, ഞാൻ കൊതിക്കാത്തതാണ്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞപ്പോൾ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അവന്റെ പ്രവാചകനെ ഇഷ്ടപ്പെടുന്ന, അവന്റെ പ്രവാചകനും അള്ളാഹുവും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെ നാളെ ഞാൻ ഈ സൈന്യത്തിന്റെ നായകനാക്കുമെന്ന് പറഞ്ഞപ്പോൾ, അന്ന് ഞാൻ യഥാർത്ഥത്തിൽ നേതൃത്വം കൊതിച്ചു പോയെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പോലും പറഞ്ഞു പോയ ആ പിറ്റേ ദിവസം ആളുകളെല്ലാം ഒരുമിച്ച് കൂടുകയാണ്. സഹാബാക്കളെല്ലാം വല്ലാത്ത ആവേശത്തോടുകൂടി വരികയാണ്. ആരായിരിക്കും ആ ഭാഗ്യവാൻ, ആരായിരിക്കും ആ ഭാഗ്യവാൻ എന്ന് കരുതി നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, എവിടെ അലി, എവിടെ അലിയിനെ വിളിക്കുക, എവിടെ അലി, എവിടെ അലിയിനെ വിളിക്കുക. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെങ്കണ്ണ് ബാധിച്ച് രോഗബാധിതനായി ഇരിക്കുകയാ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് വരപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നു നിന്നു. അള്ളാഹുവിന്റെ റസൂല് തന്റെ ഉമിനീരെടുത്തുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിലുള്ള രോഗത്തിന്റെ ആ കണ്ണിന്റെ പ്രയാസം മാറ്റിക്കൊടുത്തു. അള്ളാഹുവിന്റെ റസൂല് തന്റെ ഉമിനീരെടുത്തുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ പുരട്ടിയിട്ട് ഷിഫാക്ക് വേണ്ടി ദുആ ചെയ്തു. അന്ന് മുതൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന്റെ പ്രയാസം മാറുകയാ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ അല്ലാഹുവിന്റെ റസൂല് കൊടി കൊടുക്കുകയാ. ഇസ്ലാമിക സൈന്യത്തിന്റെ നേതൃത്വം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ എന്തലിയാണെന്ന് അറിയുമോ? അലിയുൻ കറമല്ലാഹു വജ്ഹഹു. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന, അല്ലാഹുവും അവന്റെ റസൂലും തിരിച്ചും ഇഷ്ടപ്പെടുന്ന ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ ഖൈബറിന്റെ കോട്ട തകർക്കാൻ പറഞ്ഞയക്കുകയാ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സൈന്യത്തോടൊപ്പം കടന്നു വരുന്ന സമയത്ത് മറുഭാഗത്തുള്ള ശത്രുക്കൾ കാണുമ്പോൾ, അതാ മുസ്ലിം സൈന്യം കടന്നു വരുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കാഴ്ചയിൽ വളരെ പൊക്കം കുറഞ്ഞ ആളായിരുന്നു, കുള്ളനായിരുന്നു. മറുഭാഗത്തുള്ള ശത്രുക്കൾ കളിയാക്കാൻ തുടങ്ങി. അലി റളിയല്ലാഹു അൻഹുവിനെ ഒരു കുള്ളനെയാണോ മുഹമ്മദ് നേതാവാക്കി കൊടുത്തിരിക്കുന്നത്? ഒന്നിനും കഴിയാത്ത നീളം കുറഞ്ഞ ഈ ചെറിയവനെയാണോ, ഈ കുറിയവനെയാണോ ഇവരുടെ നേതാവാക്കി മുഹമ്മദ് വെച്ചിരിക്കുന്നത്? ഇവനെ എന്തിന് കൊള്ളാമെന്ന് ചോദിച്ചപ്പോൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പോരിനിറങ്ങുകയാ. ആരുണ്ടടാ, ആരാണടാ എന്നെ കുള്ളനെന്ന് വിളിച്ച് കളിയാക്കുന്നത്? ആരാണടാ എന്നെ കുള്ളനെന്ന് വിളിച്ച് കളിയാക്കുന്നത്? എന്റെ ഉമ്മ എന്നെ മടിയിൽ കിടത്തി വളർത്തുമ്പോൾ എന്നെ വിളിച്ചത് ഹൈദർ എന്നാണടാ. കൊച്ചു പുലിക്കുട്ടി
കുട്ടിയാണെന്നാ എന്നെ എന്റെ ഉമ്മ വിളിച്ചത്. ചെറുതാണെങ്കിൽ എന്താണടാ, ഉസിരുണ്ടടാ എനിക്കെന്ന് പറഞ്ഞുകൊണ്ട് ശത്രുവിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്ന് അവരോട് യുദ്ധം ചെയ്ത് അവസാനം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുള്ള പരിച അങ്ങ് പൊട്ടിപ്പോവുകയാണ്. വാളിന്റെ വെട്ടുതടക്കുന്ന പരിച, ആ പരിച പൊട്ടിയപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് വാള് തടുക്കാൻ, ശത്രുക്കളിൽ നിന്ന് വരുന്ന വെട്ടുതടുക്കുവാനുള്ള യാതൊന്നും കയ്യിലില്ലാതായി പോയ സമയത്തതാ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടും അങ്ങേയറ്റം ഇഷ്ടമുണ്ടെന്ന് പ്രവാചകൻ പറഞ്ഞ, അള്ളാഹുവും അവന്റെ റസൂലും അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞ, അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസമുള്ള മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അതാ ഖൈബറിന്റെ കോട്ടയുടെ കവാടത്തിന്റെ സമക്ഷത്തിലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ടാ കോട്ടയുടെ കവാടത്തിന്റെ പിടിയിലങ്ങ് പിടിച്ചുകൊണ്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. തന്റെ കയ്യിലുള്ള പരിച നഷ്ടപ്പെട്ടപ്പോൾ, തന്റെ കയ്യിലുള്ള തടയ്ക്കാനുള്ള സാധനം നഷ്ടപ്പെട്ട സമയത്ത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖൈബറിന്റെ കോട്ടവാതിൽ പിടിച്ചിട്ട് ആ കോട്ടയുടെ വാതിലിന്റെ പിടിയിൽ പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. അല്ലാഹ് മതിയടാ, അല്ലാഹ് മതിയടാ, അല്ലാഹു മതിയടാ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖൈബറിന്റെ കോട്ടവാതിൽ കയ്യിലെടുക്കുകയാ. എന്നിട്ട് ശത്രുക്കളോട് അതികഠിനമായ യുദ്ധം ചെയ്ത് ശത്രുക്കളെ മുഴുവനും പരാജയപ്പെടുത്തിയിട്ട് അവരെ പരാജയത്തിന്റെ കയ്പ് നീര് കുടിപ്പിച്ചപ്പോൾ അതിന് ശേഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലുള്ള കോട്ടവാതിൽ താഴെയിട്ട് പോയതിന്റെ ശേഷം 70ഓളം വരുന്ന സഹാബാക്കൾ വന്ന ആ കോട്ടവാതിൽ ഒന്നെടുത്തുയർത്തതിന്റെ സ്ഥാനത്ത്